അപ്പോൾ മാനസാകാശത്തിൽ പൂന്തിങ്കൾ പോലവേ ജ്ഞാനപ്രകാശം ജ്വലിച്ചു കുമാരനിൽ. മാനസാകാശത്തിൻ പൂന്തിങ്കൾ പോലവേ ജ്ഞാനപ്രകാശം ജ്വലിച്ചു കുമാരനിൽ. ഗോപാലകൃഷ്ണനായ ഗോകുലബാലനെ പോലെ നാണുവും ഗോക്കളെ പരിപാലിക്കുന്നതിൽ സന്തോഷവാനായിരുന്നു. ഒരിക്കൽ ഒരാൾ മാടിനെ ദണ്ഡിക്കുന്നത് കണ്ടിട്ട്, ഏറ്റവും വിവേകിയാണ് എന്ന ഭാവത്തിൽ മനുഷ്യൻ മാടിനേക്കാൾ മോശമായാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അയാളെ വിലക്കുകയും മേലിൽ മൃഗങ്ങളെ ദണ്ഡിക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. നാണുവിനിപ്പോൾ 16 വയസ്സായി. കളിത്തത്ത പറയുകയാണ്, കൃത്യമായി സ്വന്തം കൃത്യങ്ങൾ വൃത്തിയായും ശുദ്ധമായും ചെയ്യുന്നത് കൂടാതെ മാതാവിനെ ഗൃഹകൃത്യങ്ങളിൽ സഹായിക്കുകയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നാണുവിന് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. സ്വന്തമായി നാണു ഒരു കിണർ കുഴിച്ചത് ഇന്ന് സ്ഫടിക സമാനമായ ജലത്തിനാൽ നിലനിൽക്കുന്നു. കൃത്യമായുള്ള വേദപാരായണങ്ങളും ദേവീ ദർശനവും ജ്യോതിഷ വൈദ്യശാസ്ത്ര പഠനവുമൊക്കെയായി നാണു ബന്ധുജനങ്ങൾക്കും ദേശവാസികൾക്കും പ്രിയപ്പെട്ടവനായി വളർന്നു. 18 വയസ്സായപ്പോഴേക്കും നാണു അഷ്ടവൈദ്യം പഠിച്ച് രോഗിയായവരെ ശുശ്രൂഷിക്കുവാനും ചികിത്സിക്കുവാനും തുടങ്ങി. അക്കാലത്താണ് ചെട്ടിയാർ എന്ന് വിളിപ്പേരുള്ള തമിഴ് വിദ്വാനുമായി സൗഹൃദം കൂടുകയും ചെട്ടിയാർ നാണുവിനെ തമിഴും വൈദ്യവും പുരാണങ്ങളും വാത്സ്യായന ഗ്രന്ഥങ്ങളും ജ്യോതിഷവും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഗുരുവിൽ വേദാന്ത ആസക്തിയും സർവേശഭക്തിയും നന്നേ വർദ്ധിച്ചു. വ്യാപാരികളായ ഗോസായിമാരുമായുള്ള ബന്ധത്താൽ ഹിന്ദി ഭാഷ വശമാക്കിയതും അക്കാലത്താണ്. യോഗികളായുള്ള സത്പുരുഷന്മാരുമായിട്ടുള്ള സഹവാസം നിമിത്തം സാധാരണക്കാരനും സത്പുരുഷനായി മാറും എന്നല്ലേ അഭിമതം. വിദ്യാധനരുമായിട്ടുള്ള സഹവാസം നമ്മുടെ വിദ്യയും ഏറ്റിടും. ഉത്തമയായ കിളിമകൾ പറയുകയാണ്, ഗോസായിമാരുമായി ഒത്തുള്ള അക്കാലത്താണ് കുമാരൻ യോഗമാർഗങ്ങളും ഹഠയോഗ സിദ്ധികളും പഠിച്ചത്. നാരായണീയവും ഗീതയും വായിക്കുകയും അത് നന്നായി വ്യാഖ്യാനിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വന്നു. തർക്ക അലങ്കാരങ്ങൾ പഠിപ്പിക്കുവാനായി നാണുവിനെയും കൊണ്ട് മാതുലന്മാർ കരുനാഗപ്പള്ളി ദേശത്തെ വാരണപ്പള്ളി തറവാട്ടിൽ കാരണവനായ കൊച്ചു കൃഷ്ണാഖ്യ പണിക്കരുടെ അടുത്തെത്തി. വൈദ്യനായ അമ്മാവൻ നാണുവിനെ ചേർത്തു നിർത്തി പറഞ്ഞു, ഞങ്ങൾ ചെമ്പഴന്തിയിൽ നിന്ന് വരുന്നു. എന്റെ അനന്തരവനായ ഇവനെയും അങ്ങ് പഠിപ്പിക്കുവാൻ കനിവുണ്ടാകണം. സന്തുഷ്ടനായ ആശാൻ നാണുവിനെ ചേർത്തു നിർത്തി. ഇവിടെ ധാരാളം കുട്ടികൾ ഗാർഹസ്ഥ്യധർമ്മം അനുസരിച്ച് ജീവിച്ചു പഠിക്കുന്നുണ്ട്. നാണുവിനെയും ഞാൻ ആ കൂടെ കൂട്ടിക്കൊള്ളാം. അടുത്ത ദിവസം മുതൽ നാണു പഠിത്തം ആരംഭിച്ചു. നാടക അലങ്കാര ശാസ്ത്രങ്ങളൊക്കെയും നാണു നന്നായി പഠിക്കുകയും കൂടെയുള്ള പഠിതാക്കളുടെ സംശയം തീർക്കുവാൻ സഹായിക്കുകയും ചെയ്തു വന്നു. വൈദ്യരത്നം കൃഷ്ണൻ, പെരുന്നല്ലി കേശവനാശാൻ, വെളുത്തേരി വിശ്രുതൻ, ഉടയാങ്കുഴി രാമൻ എന്നിവരൊക്കെ നാണുവിന്റെ സഹപാഠികളായിരുന്നു അക്കാലത്ത്. വേദമാതാവിന്റെ കിളി സന്തോഷത്തോടെ പാടുകയാണ്. കളരിയിൽ കുട്ടികൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആശാൻ നാണുവിനെയാണ് തർക്കം തീർക്കാനായി ഏൽപ്പിച്ചിരുന്നത്. നാണുവിന്റെ പ്രവൃത്തികൾ പണിക്കരാശാൻ ഇഷ്ടത്തോടെ നോക്കിയിരിക്കുന്നത് പതിവായിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ഒരു എറുമ്പിനെ പോലും നോവിക്കാത്ത നാണുവിന്റെ പ്രകൃതം ആശാനിൽ സ്നേഹം വർദ്ധിപ്പിച്ചു. യോഗാസന ക്രിയകളും പ്രാണായാമവും ഒക്കെ പഠിച്ച നാണു ധ്യാനത്തിലമർന്ന് അധിക നേരം ഇരിക്കുക പതിവായിരുന്നു. ഇത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, എന്തോന്ന് ചെയ്യുന്നിതങ്ങുതാൻ ഏകനായി, എന്തിനായുള്ള പ്രകൃതമാണിന്നത്? ഇതിനു മറുപടിയായി നാണു ഇപ്രകാരം പറഞ്ഞു, ജ്ഞാനവാരാനിധി തന്നിലാ മുത്തുകൾ താനേ എടുക്കുവാനായിട്ടൊരു മൊന്ത ചേതനയേറ്റം വളരുന്ന മട്ടിലായി ചെമ്പിനാൽ തീർക്കയാണിന്ന് നാം ചെയ്വത്. പേർത്തു ഞാനായി അതിങ്ങെടുക്കുന്നതിന് മുമ്പ് തർക്കിച്ചിരിപ്പാൻ തരമില്ല ഇന്നുമേ. മറുപടി കേട്ട് അയാൾ ഗുരുവിനെ നമിച്ച് കടന്നുപോയി.
ഇങ്ങനെയുള്ള യോഗീവര്യനെ പോലെ വേദാന്ത സൂക്തങ്ങൾ പറയുന്ന നാണുവിനെ ദേശവാസികളും സതീർത്ഥ്യരും ആദരേണ തൊഴുതു നിൽക്കുമായിരുന്നു. ഒരു ദിവസം നാണു ധ്യാനത്തിൽ തന്റെ ആനന്ദമൂർത്തിയായ നാരായണനെ മനസ്സിലങ്ങനെ ഉൾപ്പുളകത്തോടെ ഭജിച്ചുകൊണ്ടിരിക്കവേ ഗോകുലബാലനായ മുകുലവർണ്ണൻ തന്റെ മുൻപിൽ ദേവവൃന്ദത്തോടൊപ്പം നിൽക്കുന്നതായി കാണപ്പെട്ടു. ദേവകളെല്ലാവരും അതാ പുഷ്പവൃഷ്ടി നടത്തുന്നു. ഇന്ദ്രനീലത്തിനു നാണം വരുത്തുന്ന ഇന്ദീവരപ്രഭമായിട്ടുള്ള കാന്തിയും ചന്ദ്രസമാനമായ നെറ്റിയും ചന്ദ്രികാ മന്ദസ്മിത കാന്തിയും ഒത്തിണങ്ങിയ നീല വിദ്യുത് പ്രഭ പോലെ അതാ നീലകളേബരൻ തന്റെ വേണുവുമായി അങ്ങനെ ചാടിക്കളിക്കുന്നു. ഓടക്കുഴലിൽ നിന്ന് വേദാന്ത സൂക്തങ്ങൾ അങ്ങനെ പാരിലെല്ലാം പരക്കുന്നു. കങ്കണമണിഞ്ഞ കേയൂരമണ്ഡിതൻ ദിവ്യമാല്യങ്ങൾ അണിഞ്ഞ് കേളിയാടുന്നു. ചാഞ്ചാടി ആടിക്കുഴഞ്ഞ് ഭക്തശിരോമണിയായ നാണുവിനടുത്തെത്തുന്ന കായാമ്പൂവർണ്ണനെ വാരിപ്പുണരാനായി നാണു ശ്രമിക്കുന്നു. സന്തോഷ സല്ലാപങ്ങളുമായി നരനാരായണന്മാർ ഉല്ലാസഭരിതരായി കളിയാടുന്നു. തന്റെ കൺകെട്ടുകളിയാൽ കണ്ണൻ നാണുവിനെ കുളക്കരയിൽ എത്തിച്ച ശേഷം തന്റെ ദിവ്യരൂപം ദർശനം നൽകി മറയുന്നു. നാണുവിന്റെ വിഭ്രാന്തി കണ്ട ബാലകർ കാര്യമന്വേഷിച്ചപ്പോൾ താൻ മായാമയനായ കാരുണ്യരൂപനെ ദർശിച്ച സംഭവം നാണു പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെയാണ് ഗുരു ശ്രീകൃഷ്ണ ദർശനം എഴുതിയത് എന്ന് പറയപ്പെടുന്നു. ഗ്രന്ഥകാരൻ ഇവിടെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. പാരം പരിതാപമെല്ലാം അകറ്റി നീ പാപഹാരി ശ്രീകൃഷ്ണ വിഷ്ണു ജയിക്ക മഹാഗുരു. ദിവ്യപ്രഭാകരനായ ശ്യാമളകോമളനായ ശ്രീ വാസുദേവ നീ നിത്യം എൻ്റെ ഹൃദയത്തിൽ വാഴുക. ഇത്തരത്തിൽ കഥ പറഞ്ഞ കളിത്തത്ത ബാക്കി കഥ പോയി വന്നിട്ട് പറയാമെന്ന വാക്കിനാൽ തന്റെ മാതാവായ ശാരദാദേവിയുടെ അടുത്തേക്ക് പറന്നുപോയി. ഇവിടെ ബ്രഹ്മചര്യകാന്ഡം അവസാനിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ ഭാഗവതത്തിൽ മൂന്നാമത്തെ കാണ്ഡമായ കർമ്മയോഗ കാണ്ഡമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. ഇതിൽ ഗുരുവിന്റെ ഉപദേശവും വൈദ്യനായ മാതുലന്റെ ഉപദേശവുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കേകവൃത്തത്തിലാണ് ഇത് സ്വാമി സുധാനന്ദ രചിച്ചിരിക്കുന്നത്. ശാരദാദേവിയുടെ ശുഗകുല ബാലികയായ തത്ത കഥ പറയുന്നത് വീണ്ടും തുടരുകയാണ്. നാണുവിൽ നിന്ന് നാണു ഗുരുവിലേക്കുള്ള മാറ്റം തുടങ്ങുകയായി. കർമ്മയോഗകാന്ഡം. ഗുരുവിൻ കർമ്മകാന്ഡം ചുരുക്കാതനുവേലം ഗുരുത്വമായി തന്നെ ചൊല്ലണം കിളിപ്പെണ്ണെ. ഗ്രന്ഥകാരനായ സ്വാമി സുധാനന്ദ കിളിപ്പെണ്ണിനോട് അപേക്ഷിക്കുകയാണ്. ബാലനായ നാണു തന്റെ ദിനചര്യകളിൽ ആകെ മാറ്റം വരുത്തി. കൂട്ടുകാരിൽ നിന്നകന്നു. കൃത്യനിഷ്ഠകൾ തനിയെ ചെയ്തു. പഠിപ്പ് തുടരുന്നതിനിടയിൽ കൃഷ്ണപിള്ളയാശാനോട് നാണു പറഞ്ഞു, ജീവിതം നന്നേ ഹ്രസ്വമാണ്. ഇങ്ങനെ സാവധാനത്തിൽ പഠിച്ചാൽ മതിയാകില്ല. എന്നെ വേഗത്തിൽ പഠിപ്പിച്ചാലും ഗുരു. ശിഷ്യന്റെ പഠനാസക്തിയിൽ ഗുരു സന്തുഷ്ടനായി. കൂടുതൽ മുതിർന്ന പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായി എത്തുന്നതുകൊണ്ട് ആശാൻ നാണുവിന് ചട്ടമ്പി എന്ന വിളിപ്പേർ നൽകി. പഠന സമയം കഴിഞ്ഞാൽ കൂട്ടുകാരിൽ നിന്നകന്ന് തനിയെ ധ്യാനിച്ചിരിക്കുന്നതിനാൽ മറ്റു വിദ്യാർത്ഥികൾ നാണുവിനെ കൂകി വിളിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ വിജനമായ സ്ഥലത്ത് പച്ചിലകൾ കഴിച്ച് ഗുരു ധ്യാനനിരതനാകും. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ദിവസം ഒരു പുലയനായ ബാലൻ നാണുവിനരികിലെത്തി. അവന്റെ കൈകൾ ചേർത്തു പിടിച്ച് അണച്ചു നിർത്തി ഗുരു ചോദിച്ചു, എന്താണ് നിന്റെ ദേഹത്തിൽ ഇത്രയും വ്രണങ്ങൾ? കരഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞു, ഇത് കുഷ്ഠരോഗമാണ്. ഒരുപാട് ചികിത്സകൾ നടത്തി, ഫലമൊന്നും കിട്ടിയില്ല. ദുഃഖമെല്ലാമേ പോകും, സുഖമായി രോഗം മാറും. ഇന്നു ഞാൻ അതിനായി ചിലത് ചെയ്യുന്നുണ്ട്. നാണു ആ ബാലകനെ ചേർത്തു നിർത്തി സമാധാനിപ്പിച്ചു. ചില പച്ചിലകൾ പറിച്ച് ചാറെടുത്ത് മരോട്ടി എണ്ണയിൽ ചാലിച്ച് തൃക്കൈ കൊണ്ട് തന്നെയത് ആ ബാലന്റെ വ്രണങ്ങളിൽ തേച്ചു പിടിപ്പിച്ചു. നിത്യവും പ്രാർത്ഥിക്കുവാനും ബാലനോട് ഉപദേശിച്ചു. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ബാലന്റെ അസുഖം പൂർണ്ണമായി മാറി. ഇതറിഞ്ഞ ജനം ഗുരുവിനെ പുകഴ്ത്തി തുടങ്ങി.